കത്തോലിക്ക സഭയിൽ വിവിധ തരം പ്രാർത്ഥനകൾക്ക് വിവിധ നിരക്കിലുള്ള ഫീസാണ് അച്ഛന്മാർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ പ്രാർത്ഥനകൾക്കും പെന്തിക്കോസ്ത് സഭകളിൽ ഫീസ് ഏർപ്പെടുത്തണമെന്നാണ് TJ ശാമുവലിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഏതാനും മിനിറ്റുകൾ നേരെ ഉള്ളതെന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ആത്മീയ ശുശ്രൂഷ ഫ്രീ അല്ല എന്ന് സകല ജനം അറിയണം. ഡോക്ടറെ കാണാൻ പോയാൽ പൈസ കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും പൈസ കൊടുക്കാതെ വല്ലതും ചെയ്തു തരുമോ? ഇല്ലല്ലോ. ഒരു ഫോം പൂരിപ്പിക്കാൻ ആരെങ്കിലും പൈസ കൊടുത്താലേ പറ്റുള്ളൂ. എന്താണ് ഭൂമിയിൽ ഫ്രീ ആയിട്ടുള്ളത്? ഒരു വയം ഫ്രീ അല്ല. ഡോക്ടർക്ക് അനുസരിച്ച് അതാത് ഉദ്യോഗസ്ഥനനുസരിച്ച് ശമ്പളം കൂടുതലും കുറവുണ്ട്. ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നോ? മനുഷ്യന്റെ ആത്മാവിന് ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകണ്ടേ? അതിനവർ ആത്മാവിന് വേണ്ടി യാചരിക്കണ്ടേ? അത് ഫ്രീ ആണോ? സുഖേട് വരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ഇരിക്കണ്ടേ? ചില കേസുകൾ ബുദ്ധിമുട്ടുള്ള കേസുകളുണ്ട്, പൊരുതി പ്രാർത്ഥിക്കേണ്ട കേസുകളുണ്ട്. ചിലത് ഭൂതശക്തികളുമായിട്ട് മല്ലടിച്ച് വേണം ചിലരെ വിടുവിക്കാൻ. നല്ലപോലെ തങ്ങളെ തന്നെ പണയം വെച്ച് വേണം ചില ശുശ്രൂഷയ്ക്ക് പോകാൻ. ഇതെല്ലാം ഫ്രീ ആണെന്നോ? ഡോക്ടർക്ക് പോയി പൈസ കൊടുക്കുമല്ലോ. 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നോ? ദൈവം പറഞ്ഞ അല്ല. സകല ഇസ്രായേൽ ആര് കൊടുക്കണം? എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല കൊടുക്കേണ്ടത്. ഏത് സഭയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ അത്രയും സഭയാണ് ആ ശുശ്രൂഷന് വീടുണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് സഹായം ജനം ചെയ്തു കൊടുക്കണം. അവരുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത് പോലെ സഭയ്ക്കൊരു സഹായം ചെയ്തു കൊടുക്കണം. ഒരു ശുശ്രൂഷകന് രോഗം വന്നാൽ അതിന്റെ ചികിത്സയ്ക്ക് സഭ സഹായം ചെയ്യണം. ഒന്നേ നിങ്ങൾ പ്രാർത്ഥിച്ചു സുഖമാക്കണം, അല്ലേ നിങ്ങൾ അതിന് ചികിത്സയ്ക്ക് പൈസ കൊടുക്കണം. ഡോക്ടർമാർക്ക് ഫീസ് കൊടുക്കണം. ഒരു അപേക്ഷ എഴുതാനായിട്ട് ഒരാളെ നമ്മളെ ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന് നമ്മൾ ഫീസ് കൊടുക്കണം. എന്ത് ചെയ്താലും ഫീസ് ഇല്ലാത്ത ഒരു ജോലിയും ലോകത്തിലില്ല. അതുകൊണ്ട് പാസ്റ്റർമാരുടെ ആത്മീയ ശുശ്രൂഷകൾക്കും ഫീസ് ഏർപ്പെടുത്തണമെന്നാണ് TJ ശാമുവൽ പറയുന്നത്. വാസ്തവത്തിൽ പുതിയ നിയമ സഭയിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ? ഇദ്ദേഹം കാലാകാലങ്ങളിലായി പലപ്പോഴും പല അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ജീവിതശൈലി തന്നെ പലപ്പോഴും മാറ്റിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ വെളിപ്പാട് പുസ്തക വ്യാഖ്യാന പഠനവുമായി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. നല്ല കാലം, എതിർപ്പൊന്നും പറയുന്നില്ല. അതുപോലെ കേരളത്തിലെ പല പട്ടണങ്ങളിലും പോയി നിന്ന് ഹിന്ദുമത ക്ഷേത്രങ്ങളെ നോക്കി വത്സിച്ച് പ്രാർത്ഥിക്കുന്ന ഒരിടപാടും ഫാസ്റ്റർ TJ ശാമുവലിനുണ്ടായിരുന്നു. പിന്നെ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നടന്ന് പ്രാർത്ഥിക്കുക, പാൻസും ഷർട്ടും ഒക്കെ മാറ്റി മുണ്ടെടുത്ത് നടക്കുക, ഇങ്ങനെ പല വെറൈറ്റികളിലുള്ള പരിപാടികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും തെറ്റു പറയുന്നില്ല, അവരവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ ആശയപരമായ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചാൽ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും അദ്ദേഹത്തിന്റെ പെട്ടി താങ്ങി നടക്കുന്ന ആളുകൾ പറയുന്നത് അസംബ്ലീസ് കൊണ്ടെതിരെ പ്രതികരിച്ചു, അസംബ്ലീസ് കൊണ്ട് എതിരാളിയാണ്, പിന്നെ വ്യക്തിപരമായ അധിക്ഷേപമാണ് എന്നൊക്കെയാണ്. ഇനി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്രാവശ്യത്തെ കൺവെൻഷനിൽ കേട്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വളരെ പ്രയാസം എനിക്ക് തോന്നി. അദ്ദേഹം പറയുകയാണ് ഫീസ് ഏർപ്പെടുത്തണം പാസ്റ്റർമാർക്ക്. എല്ലാ സ്ഥലത്തും ഏത് ഓഫീസിൽ ചെന്നാലും ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാലും മറ്റെവിടെ ചെന്നാലും ഫീസ് ഉണ്ട്. എന്നാൽ പിന്നെ ഇവിടെ ഫീസ് കൊടുത്താൽ എന്നാ? എനിക്ക് അങ്ങയോട് ബഹുമാനപൂർവ്വം പറയാനുള്ള ഒരു കാര്യം, അപ്പോസ്തലനായ പൗലൂസ് ഇതുപോലെ ഒരു ഫീസിന്റെ താരിഫ് പ്രസിദ്ധീകരിച്ച് ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞാണോ അദ്ദേഹം ശുശ്രൂഷകൾ നിർവഹിച്ചത്? അല്ലാതെ ഈ പ്രാർത്ഥനയുടെ താരിഫും അതിന്റെ നിരക്കുകളും പ്രഖ്യാപിക്കാതെ ദൈവദാസന്മാർക്ക് സഭാംഗങ്ങൾ പണം കൊടുക്കില്ലേ? ഇത് കത്തോലിക്ക സഭ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ്. അത് പാഗൺ മതത്തിന്റെ അവശിഷ്ടമാണ്. റോമിൽ പണ്ട് നിലനിന്നിരുന്ന പ്രാചീന പാഗൺ മതത്തിൽ നിന്നും കടം കൊണ്ട ചില ആശയങ്ങൾ കത്തോലിക്ക സഭയിലുണ്ട്. കുർബാനകൾക്ക് തന്നെ പലതരം ഫീസാണ്. ദീർഘത്തിൽ ഒരുപാട് നേരം
ചൊല്ലിത്തീർക്കുന്ന കുർബാനകൾക്ക് ഒരു ഫീസ്, പാട്ട് കുർബാനയ്ക്ക് വേറൊന്ന്, അങ്ങനെ പലതരം ഫീസുകൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ സ്ഥാപനം അങ്ങനെയാണ് കത്തോലിക്ക സഭ. അത് ക്രൈസ്തവ റിയൽ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണ് ക്രൈസ്തവ ഈ കത്തോലിക്ക സഭ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുപോലെ പെന്തിക്കോസ് സഭയിലും ഫീസ് ഏർപ്പെടുത്തണമെന്ന് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കണം, പാസ്റ്റർമാർ ശ്രദ്ധിക്കണം. നമ്മുടെ ശുശ്രൂഷയുടെ മുഖത്ത് നമ്മളെ സഹായിച്ചിട്ടുള്ള ദൈവമക്കൾ എത്രയോ ഉണ്ട്, നൂറുകണക്കിന് ആളുകളുണ്ട്. അവരൊരു നിശ്ചിത ഫീസ് നമ്മൾ ഈടാക്കിയിട്ടുണ്ടോ? അവരോട് ഭവന പ്രാർത്ഥനയ്ക്ക് എന്നും പറഞ്ഞ് ഫീസ് ഈടാക്കിയിട്ടുണ്ടോ? കുട്ടികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ഒരു ഫീസ് നമ്മൾ ഈടാക്കിയിട്ടുണ്ടോ? കുട്ടികളുടെ സ്നാനത്തിന് ഫീസ് നമ്മൾ ഈടാക്കിയിട്ടുണ്ടോ? നമ്മുടെ പുതിയൊരു വീട് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഫീസ് നമ്മൾ പാസ്റ്റർമാർക്ക് കൃത്യമായി കൊടുക്കാനായിട്ട് അങ്ങനെ ഫീസ് നമ്മൾ കൊടുക്കുകയോ നമ്മൾ ഈടാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ സഭയിൽ ഇല്ലല്ലോ. പുതിയ നിയമസഭയിൽ ദശാംശത്തിനും പ്രസക്തിയില്ല. 1% ദശാംശത്തെ സാധൂകരിക്കുന്ന ഒരു വാക്യവും പുതിയ നിയമത്തിലില്ല. നമ്മളാൽ ആവോളം നമുക്കുള്ളതെല്ലാം നമ്മെ തന്നെ കർത്താവിനായി സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. അതിലാവോളം നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കർത്താവിന്റെ ദാസന്മാരോട് ചോദിച്ചു, സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഓടിക്കുന്ന ബൈക്ക്, കാറുകളിൽ സഹോദരന്മാർ, വിശ്വാസികൾ തന്ന പണത്തിന്റെ ഒരു അംശമില്ലേ? നിങ്ങൾ താമസിക്കുന്ന വീടുകൾ പണിത് നിങ്ങൾ മനോഹരമായ വീടുകൾ താമസിക്കുന്നു. നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണവും നിങ്ങളുടെ കുടുംബപരമായി ലഭിച്ച സ്വത്തുക്കൾ അതിനകത്ത് കാണാം. അതിന്റെ ആ തുകയും അതിനകത്തുണ്ടാവാം. പക്ഷെ അതിനകത്തൊരു വിഹിതം ഈ വിദേശങ്ങളിൽ, അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും മറ്റു രാജ്യങ്ങളുമായി പണിയെടുത്ത ദൈവദാസന്മാർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണത്തിന്റെ ഒരംശം ഈ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? നിങ്ങളുടെ വീടിന്റെ കല്ലുകൾക്കും ചുവരുകൾക്കും തറകൾക്കും ഡോളറിന്റെ ഒരു ചുവയ, ഒരു ഗന്ധം അത് നിങ്ങളുടെ വീടുകൾക്കില്ലേ? നിങ്ങളെ മക്കളെ പഠിപ്പിക്കാനായിട്ട് ഏതെല്ലാം ദൈവമക്കൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്? അത് നിങ്ങളെ ആദ്യം പറഞ്ഞാൽ വാഹനം വാങ്ങാൻ, വീട് വെക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ. നമ്മൾ രോഗിയായി ആശുപത്രി കിടന്നപ്പോൾ ഫീസ് വെച്ചിട്ടാണോ നമ്മളെ ദൈവമക്കൾ സഹായിച്ചിട്ടുള്ളത്? എത്ര ബാലിശമായ ഒരു രീതിയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. പാസ്റ്റർ ടി.ജെ. ശ്യാം അദ്ദേഹത്തിന് കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വെളിപ്പാടുകൾ ഉണ്ടാകുകയും അത് ജനശ്രദ്ധ പിടിച്ചു പറ്റുവാനായിട്ട് ഇറക്കി വിടുകയും ചെയ്തു. ഇതിലൊന്നും വിശ്വാസികൾ കുടുങ്ങിപ്പോകരുത്. പെന്തിക്കോസ് ഇതല്ല, ക്രിസ്ത്യാനിറ്റി ഇതല്ല. നമ്മുടെ കഷ്ടപ്പാടിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ആർദ്രതയും മനസ്സലിവും കരുണയും ഒക്കെയുള്ള ഒരു ജനസമൂഹമാണ് പാസ്റ്റർമാരെ നിങ്ങളുടെ കൂടെ, വിശ്വാസികളായി നിങ്ങളുടെ കൂടെ ഉള്ളത്. അവരൊക്കെ നിങ്ങളെ എത്രയോ പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട്. ഞാൻ ക്രൈസ്തവ്യത പോലും നടത്തുന്നത് വിദേശത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന വരിസംഖ്യ കൊണ്ടാണ്. അവിടെ പോയി എനിക്ക് പൈസ പിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രൈസ്തവൻ നിന്നുപോകും. അപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്ക് അവരോട് കടപ്പാടുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട് അവരോട്. ആ വരിസംഖ്യ കൊണ്ടാണ് പത്രം നടന്നു പോകുന്നതും പലർക്കും ചെറിയ രീതിയിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്നതും അതിന്റെ സൈറ്റിന്റെ കാശുകൾ കൊടുത്തും ഒക്കെ നിലനിന്ന് പോകുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഫീസ് വെച്ച് അവരോട് പൈസ വാങ്ങുകയല്ലോ. എന്നെ കാണുമ്പോൾ അവരെനിക്ക് തരികയാണ്. ദൈവവേലയെ സ്നേഹിച്ച് ചാരിറ്റി ഞങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി അവർ തരികയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഫീസ് ഏർപ്പെടുത്തുന്ന ഒരു രീതി ബൈബിളിൽ എങ്ങും ഇല്ല, കാണുന്നില്ല. ഇത് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാസ്റ്റർ ടി.ജെ. ശ്യാമിൽ പടച്ചു വിടുന്ന ഒരു പരിപാടികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഫീസ് നിങ്ങൾ വെച്ചല്ലോ, ഫീസ് വേണമെന്ന് പുള്ളിത്താഹം പറഞ്ഞല്ലോ. സഭയിലെ വിശ്വാസികൾ ദശാംശ സ്തോത്ര കാഴ്ചയും സഭയിൽ കൊണ്ടു തന്നില്ല എങ്കിൽ നമ്മുടെ സഭ എങ്ങനെ മുന്നോട്ട് പോകും? ഒരു സഭയുടെ ആകത്തുക എന്ന് പറയുന്നത് 100% ക്രെഡിറ്റ് അവിടുത്തെ വിശ്വാസികൾക്കാണ്. ആ വിശ്വാസികൾ ഇല്ല എങ്കിൽ അവിടെ സഭയില്ല, അവിടെ പാസ്റ്റർ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് വിശ്വാസികളോടുള്ള കമ്മിറ്റ്മെന്റോട് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. പാസ്റ്റർമാർക്കൊക്കെ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നല്ല കാര്യം, അത് ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. പക്ഷെ വിശ്വാസികൾക്ക് എന്ത് ഇൻഷുറൻസ് സംവിധാനമാണ് സഭാ നേതൃത്വത്തിൽ ചെയ്തിരിക്കുന്നത്? അവർക്കൊന്നുമില്ലല്ലോ. അപ്പൊ അവരുടെ വരുമാനത്തിൽ നിന്ന് ഓട്ടോറിക്ഷ ഓടിച്ചും പാറമടയിൽ പണിയെടുത്തും ചുമട് ചുമന്നും അല്ല ഓഫീസിൽ ജോലി ചെയ്തും അധ്യാപക വൃത്തി ചെയ്തും ക്ലർക്കൽ ജോലി ചെയ്തും അല്ലെങ്കിൽ ഉന്നതമായ ഒരു ജോലി ചെയ്തും അല്ല വിദേശങ്ങളിൽ പണിയെടുത്തും ജോലി ചെയ്ത് കിട്ടുന്ന പൈസയുടെ ഒരു വിഹിതമാണ് കൊണ്ടുവന്ന്
സഭാ ശുശ്രൂഷകന്മാർക്ക് കൊടുത്ത് അവരെ പോറ്റുന്നതും സഭ വളർത്തുന്നതും പണിയുന്നതും സഹോദരന്മാരാണ്. ഇതെല്ലാം മറന്നു കളഞ്ഞിട്ട് ഇനി ഫീസ് വെക്കണമെന്ന് പറഞ്ഞാൽ ഫീസ് വെക്കൂ. നിങ്ങൾ എത്ര രൂപയുടെ ഫീസ് വെക്കും ഓരോ പ്രാർത്ഥനയ്ക്ക്? അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അപ്പൊ ദൈവമക്കളെ വീണ്ടും അകറ്റിക്കളയുകയും സഭയോടുള്ള അവരുടെ സ്നേഹവും പാസ്റ്റർമാരോട് അവരുടെ വിധേയത്വം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് TJ ശാമുവിന്റെ ഈ പ്രസ്താവനകളിലൂടെ മുമ്പോട്ട് വരുന്നത്. അതൊരിക്കലും ഭൂഷണമല്ല എന്ന് അതുകൊണ്ട് രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു ഭാഗമുണ്ട്. രോഗിയായി കിടക്കുമ്പോൾ പാസ്റ്റർമാരുടെ രോഗത്തിന് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കണം. ഒന്നുകിൽ പ്രാർത്ഥിച്ച് അസുഖം ഭേദമാക്കണം, അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് ആശുപത്രി പോകാനുള്ള പണം വിശ്വാസികൾ കൊടുക്കണം. കുറുന്തോട്ടിക്ക് വാദം വന്നാലേക്ക് ഇരിക്കുക എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ആകപ്പാട് അബദ്ധജടിലമായ പെന്തക്കോസ്ത് സഭകളിൽ അത് അനുവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. ആരും പറഞ്ഞിട്ടുമൊന്നുമല്ല, ആരും പഠിപ്പിച്ചിട്ടുമൊന്നുമല്ല. വചനം പ്രസംഗിക്കുന്നവൻ, വചനം കേൾക്കുന്നവൻ ഓഹരി കൊടുക്കണം. അത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. അതെല്ലാ ദൈവമക്കളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് സഭ വളർന്നതും പാസ്റ്റർമാരൊക്കെ ഒരു സാമാന്യം നല്ല നിലയിൽ അവരെത്തിച്ചേർന്നത് ഇതുകൊണ്ടാണ്. പാസ്റ്റർ TJ ശാമുൽ പോലും ഈ നിലയിൽ അദ്ദേഹത്തിന്റെ ബാല്യകാലം ഒന്ന് ഓർക്കണം. അദ്ദേഹം യൗവനകാലം ബാല്യകാലം എനിക്ക് ഓർമ്മയുണ്ട്, പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം മന്തിപ്പാറയിൽ ശുശ്രൂഷിക്കുന്ന കാലം മുതൽ ഞാൻ അദ്ദേഹത്തെ എനിക്കറിയാം. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം നമ്മൾ അധികാരം കൊണ്ടും പണം കൊണ്ടും എല്ലാ നിലയിലും ഉന്നതകരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നതിന്റെ പിന്നിൽ നമ്മുടെ മുന്നിൽ പ്രവർത്തിച്ച ആയിരക്കണക്കിന് വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടം നമ്മുടെ കൂടെ ഉണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. കൈ തുറന്നു നമ്മളെ സഹായിച്ചവർ, രോഗിയായി കിടന്നപ്പോൾ സഹായിച്ചവർ, വീട് വെച്ചപ്പോൾ നമുക്ക് അതിനൊരു ചെറിയ പണം, ഒരു 10 കട്ടയെങ്കിലും മേടിക്കാനുള്ള പണം തന്നവർ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യുവാനായിട്ട് പണം തന്ന സഹായിച്ച സഹോദരന്മാർ, അങ്ങനെ എല്ലാ നിലകളിലും നമ്മൾ വണ്ടി മേടിച്ചപ്പോൾ എന്റെ പൈസ അവിടെ ഇരിക്കട്ടെ, ഒരു 2 വീലർ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് മുഴുവനായി വാങ്ങിക്കൊടുത്തവരും നല്ലൊരു ഓഹരി കൊടുത്തവരും, അങ്ങനെ ജീവിതത്തിന്റെ നാനാതുറകളിൽ വിവിധ രീതിയിലുള്ള സഹകരണങ്ങൾ ദൈവമക്കളിൽ നിന്നുണ്ടായത് കൊണ്ടാണ് പാസ്റ്റർമാരും ഒരു പൊതുപ്രവർത്തകൻ നിലയിൽ മാധ്യമ പ്രവർത്തകനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ശുശ്രൂഷയായിട്ട് നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ഫീസ് വെക്കാനും അധിക്ഷേപിക്കാനും വിശ്വാസികളെ ഒരുമാതിരി ഒരു വില കുറഞ്ഞ രീതിയിൽ അവരിൽ നിന്നെല്ലാം ഈടാക്കണം, പിടിച്ചു മേടിക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആ പ്രവണതയും അദ്ദേഹത്തിന്റെ വിശ്വാസവും അത് ശരിയല്ല, അത് വളരെ തെറ്റ് തന്നെയാണ്. ഇത് വലിയൊരു കുഴപ്പം. ഇദ്ദേഹം ഇങ്ങനെ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാന കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ വെള്ളക്കുപ്പിയും പെട്ടിയും ബൈബിളും ചുമന്ന് കിടക്കുന്ന ഏറാൻ മൂളികളുണ്ട്, അങ്ങനെ തന്നെ പറയും. അവരാണ് ഇതിന്റെ കുഴപ്പക്കാര്. ഇദ്ദേഹം എന്തെങ്കിലും പ്രസംഗിച്ചു കഴിയുമ്പോൾ ഇവരെല്ലാം കൂടെ പറയും, ഓ സാറേ വളരെ നന്നായിരുന്നു, ദൈവാത്മാവ് അങ്ങിൽ ക്രിയ ചെയ്തു, ഗംഭീരം പ്രസംഗമായിരുന്നു പറഞ്ഞ് അദ്ദേഹത്തെ സോപ്പിടുകയാണ് ചെയ്യുന്നത്. അങ്ങനല്ല ചെയ്യേണ്ടത്. സാറേ അത് പറയണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരൊറ്റ ഉപദേശകൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. നമ്മളെ തെറ്റിപ്പോകുമ്പോൾ നേർവഴി കാണിക്കാനായിട്ട് അത് വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, പറയണ്ടായിരുന്നു എന്ന് പറയുവാൻ നമ്മൾ ഉപദേശിക്കാൻ ഉത്തമ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പ് നമ്മളോട് എപ്പോഴും വേണം. നമ്മൾ ഓർക്കണം, സെക്രട്ടറി ഫീൽഡിൽ പോലും മന്ത്രിമാരെ നിയന്ത്രിക്കാൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് വേറെയുണ്ട്. എല്ലാ രംഗങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ മന്ത്രിതല മന്ത്രിമാരെയും MLA-മാരെയും MP-മാരെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അത് തിരുത്താനുമുള്ള ഉപദേശക സംഘം പ്രഗത്ഭന്മാരായ പൊളിറ്റീഷ്യൻസ് ഇവരുടെ കൂടെ എല്ലാം ഉണ്ട്, ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ നടക്കുന്ന ഇവരാരും പെട്ടിയും ചുമക്കും വെള്ളക്കുപ്പിയും ചുമന്നും പുറകെ നടക്കുന്നല്ലാതെ സാർ അത് പറയണ്ടായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു, അങ്ങനല്ലല്ലോ നമ്മുടെ പെന്തിക്കോസ്ത് പ്രസ്ഥാനം വളർന്നു വന്നത്, അത് തെറ്റിപ്പോയി, അല്ലാതെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരുത്താൻ ഒരു മനുഷ്യനും തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ കൂടുതൽ അബദ്ധത്തിലേക്ക് ചാടിക്കുന്ന പരിപാടികളാണ് ഈ കൂടെ നിൽക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നൂറുകണക്കിന് തെളിവുകൾ എനിക്ക് പറയാറുണ്ട്, പക്ഷെ ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. ഏതായാലും ബഹുമാന്യനായ പാസ്റ്റർ TJ ശാമുൽ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഫീസ് വെക്കും എന്ന് പറയുന്നത് പോലെ പാസ്റ്റർമാർക്കും ഓരോന്നിനും ഫീസ് വെക്കണമെന്ന് പറഞ്ഞ് ഒരു നൂതനമായ ഒരു സംവിധാന സഭയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് വചനവിരുദ്ധമാണ്, പെന്തിക്കോസ്തിന് യോജിച്ചതല്ല. പാരമ്പര്യമായി നമ്മൾ അനുവർത്തിച്ചു വരുന്ന വിശ്വാസ ആചാരങ്ങൾക്കും നമ്മൾ സഭകൾക്കും പാസ്റ്റർമാർക്കും കൊടുക്കുന്ന ആ മനഃപൂർവ്വ ദാനങ്ങൾക്കുമൊക്കെ ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം ഇവിടെ ഉയർത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് വ്യക്തിപരമായിട്ട് അധിക്ഷേപമൊന്നുമില്ല, എനിക്ക് ആരോടും ഭൂമിയിലെ ഒരു മരട്ടോട് പിണക്കമൊന്നുമില്ല, ആരോടും വ്യക്തിപരമായിട്ടൊന്നുമില്ല. പക്ഷെ പറയണ്ട എന്ന് വിചാരിച്ചിരിക്കരുത്. പക്ഷേ
ആ വീഡിയോ വീണ്ടും വീണ്ടും കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. പെന്തിക്കോസ്റ്റ് ചെയ്തതല്ല സാറേ, പെന്തിക്കോസ്റ്റ് കൊണ്ടും കൊടുത്തും വളർന്നത് തന്നെയാണ്. ദരിദ്രരായ ദൈവമക്കൾ കൂലിപ്പണി ചെയ്ത് പാസ്റ്റർമാരെ പോറ്റി ചരിത്രം എനിക്കറിയാം, ഞാനും ബാല്യകാലത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പെന്തിക്കോസ്റ്റ് വളർന്നത്. ഇനി നിങ്ങൾ ഫീസ് വെക്കണ്ട, നിങ്ങൾ രസീത് എഴുതി കൊടുക്കണ്ട, നിങ്ങൾ കുർബാനയ്ക്ക് പാട്ടുകുർബാനയ്ക്ക് കത്തോലിക്ക് ചെയ്യുന്നത് പോലെയുള്ള ഫീസ് എടുത്ത് വെച്ച് നിങ്ങൾ സഭാശുശ്രൂഷ ചെയ്യാൻ പാസ്റ്റർമാരെ പ്രബോധിപ്പിക്കുകയോ വിശ്വാസികൾ പിടുങ്ങിയെടുക്കാനോ ശ്രമിക്കരുത്. തെറ്റിപ്പോയി, ഇതിനെ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പൊതുജന സമക്ഷം നിങ്ങൾ പറയണം. അതാണ് പെന്തിക്കോസ്ത് എന്ന് ഈ സമയം നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്.